18 കൊല്ലത്തിന് ശേഷം മലയാളത്തിൻ്റെ സൂപ്പർ താര രാജാക്കന്മാരെ ഒന്നിച്ചപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും, മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഒന്നിച്ചപ്പം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു പേട്രിയറ്റ്. പക്ഷേ ചിത്രം വന്നതിന് ശേഷം സമ്മിശ്ര പ്രതികരണമാണ് പലയിടത്തു നിന്നുണ്ടാകുന്നത്. ഇത്രയും താരങ്ങളെ ഒന്നിച്ച് കിട്ടിയിട്ടും മഹേഷ് നാരായണന് വേണ്ടത്ര വിധം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പരിദേവനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മൾ റിവ്യൂ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, ക്ലാസ്സാണ്, മാസല്ല. പക്ഷേ ലാലേട്ടനെയും മമ്മൂട്ടിയൊക്കെ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കണ്ടുമുട്ടലല്ലായിരുന്നു ഇന്നലെ തിയേറ്ററിൽ നടന്നത്. തിയേറ്ററിൽ നമ്മൾ കയറിയുമ്പോഴും ആണികളുടെയൊക്കെ രീതി കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നു, അവർ കാണാൻ ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് മോഹൻലാലിനെ, അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് പലപ്പോഴും അദ്ദേഹം ഒരു കഥാഗതിയിലെ ഒരു ഘട്ടത്തിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ പ്രേക്ഷകർ മോഹൻലാൽ ആരാധകർ നെറ്റിത്തരിച്ച് നിന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ശൂന്യതയായിരുന്നു, പിന്നെ ബഹളവും ഇല്ല, ഒന്നുമില്ല. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ താരങ്ങളെല്ലാം കൂടെ ഒന്നിച്ചതാണ്. ഈ തിരക്കഥയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തിരക്കഥയിൽ ഉറപ്പില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യ പകുതി ചുമ്മാ ആവശ്യമില്ലാതെ വലിച്ചു നിട്ടുന്നതായിട്ട് തോന്നി. ഏകദേശം 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഇച്ചിരി കൂടെ സ്പീഡപ്പ് ആക്കാറായി. പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു, ലാലേട്ടൻ വരുന്നതും കാത്ത്. അതായിരുന്നു ചിത്രം കാണാൻ വേണ്ടി പിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ലാലേട്ടൻ വന്നതിന് ശേഷം അടിപൊളി ജഗ, കയ്യടിയും ബഹളവും ഒക്കെ ആയിട്ട് മുന്നേറുമ്പോഴാണ് ആ ഞെട്ടിപ്പിച്ച സംഭവം ഉണ്ടാകുന്നത്. പിന്നെ ശാന്തതയായിരുന്നു, പിന്നെ ശൂന്യതയായിരുന്നു, ആർക്കും മിണ്ടാട്ടമില്ല, അനക്കമില്ല. പക്ഷേ കഥാഗതി അനുസരിച്ച് ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ താരത്തെ അല്ല മഹേഷ് നാരായണൻ ഉപയോഗിച്ചത്, തൻ്റെ കഥാപാത്രത്തിന് വെച്ച ഒരു താരത്തെ കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് നമുക്കതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ ആരാധകരെ സംബന്ധിച്ച് അത് വേണ്ടത്ര വിധം ആരാധകരിൽ എത്തിച്ചേർന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഈ ചിത്രം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണമെന്ന്. ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രമായി 8.5 കോടി രൂപയാണ് ഇത് കളക്ട് ചെയ്തത്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 30 കോടിക്ക് മുകളിൽ ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇന്നലെ 20,000 25,000 ഒക്കെ ടിക്കറ്റ് വിറ്റ ഈ ചിത്രം ഇന്നായപ്പോൾ ഏകദേശം 5,000 10,000 തയ്ക്കാൻ പാടുപെടുന്നത് നമ്മൾ കണ്ടു. കാരണം സമ്മിശ്ര പ്രതികരണമാണ് കിട്ടിയത്. പറയുന്ന അതിനനുസരിച്ചുള്ള ഹൈപ്പ് കിട്ടിയില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ ഒന്നിച്ച് കാണുന്നു എന്ന് പറയുമ്പോഴത്തേന് ഒരു 2020 പോലുള്ള ഒരു ചിത്രമായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചത്, അല്ലേ? ആ പ്രതീക്ഷ അസ്തമിക്കുന്ന ഘടകങ്ങൾ തന്നെയായിരുന്നു ചിത്രത്തിലുണ്ടായത്. വളരെ മനോഹരമായി എൻട്രി മ്യൂസിക്കൊക്കെ ആയിട്ട് ഇത്രയും സൂപ്പർ താരങ്ങളെ അഭിനയിപ്പിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. സാധാരണ കഥാപാത്രം വരുന്ന പോലെ തന്നെ വന്നു പോയ കഥാപാത്രം. എന്തൊക്കെ പറഞ്ഞാലും സിനിമയാണ്. അത് മഹേഷ് നാരായണൻ്റെ സംവിധായകൻ്റെ കലയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കാശ് മുടക്കി പോകുന്നവനെ സംബന്ധിച്ച് മോഹൻലാലിനെ മമ്മൂട്ടിയും കാണുമ്പം അവർക്കൊരു എന്താ പറയുക താല്പര്യമുണ്ട്, കൈയടിക്കാനുള്ള ത്വരയുണ്ട്. അവരുടെ താരരാജാക്കന്മാരെ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് തിയേറ്ററിൽ കാണാനുള്ള ആഗ്രഹമുണ്ട്. അതൊന്നും നടന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ചിത്രത്തെ ഒരു പരിധിവരെ ബാധിക്കും. ചിത്രം ഒരുപക്ഷെ 2 ദിവസം കൊണ്ട് 50 കോടി പിന്നിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്ന് കളക്ഷൻ കുറഞ്ഞെങ്കിലും 2 ദിവസം കൊണ്ട് അത് 50 കോടി പിന്നിടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി ചിത്രമാണ്.
അത് മോഹൻലാലിൻ്റെ ചിറകിലേറി എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഒത്തിരി നെഗറ്റീവ് റിവ്യൂകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് പറഞ്ഞത്, അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ കാശ് മുടക്കുന്നവൻ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കാശ് മുടക്കിയത്, കണ്ടു തന്നെ അറിയാം അല്ലേ, കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ചില കഥാപാത്രം നയൻതാരയൊക്കെ എന്തിനാ ഈ ചിത്രത്തിൽ കൊണ്ടുവന്നതെന്ന് മനസ്സിലാകുന്നില്ല. ബാക്കി എല്ലാ കഥാപാത്രങ്ങളും പൊതുവെ കുഴപ്പമില്ലാത്ത അഭിനയിച്ചു എന്ന് തോന്നി. ഈ മികച്ച താരങ്ങളെ ഒന്നിച്ച് കിട്ടി, അത് മഹേഷ് നാരായണൻ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ല എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും മോഹൻലാലും മമ്മൂട്ടിയും നയൻതാര, രാജീവ് മേനോൻ, രേവതി എന്ന് വേണ്ട മിക്കവാറും എല്ലാവരും ചിത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കൊടുക്കാൻ സംവിധായകന് കഴിഞ്ഞില്ല എന്നാണ് ചിത്രത്തിൻ്റെ കളക്ഷനും ഇന്നത്തെ കളക്ഷനും ഒക്കെ കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത്. ഇതൊരു വൻ വിജയമാണോ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. കാരണം 140 കോടി രൂപയാണ് ഈ ചിത്രത്തിൻ്റെ മുടക്ക് മുതൽ. അത് നേടണമെങ്കിൽ ഏകദേശം 300 കോടിക്കടുത്തെങ്കിലും നേടിയാൽ മാത്രമേ ആ വിജയ ചിത്രം എന്ന ലെവലിലേക്ക് വരൂ. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ, കാത്തിരുന്ന് കണ്ടേ പറ്റൂ. അപ്പം ചിത്രം കണ്ടവർ അഭിപ്രായം പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ ബൈ.